ഓം കാർപ്പണ്യോത്സോ ഭഗവത്സ്വഭാവകവൃക്ഷാമത്താം ധർമ്മസുമൂഢരേതക ശ്രേയസ്യാനശ്യം ബ്രൂഹിതന്മേ ശിഷ്യസേവം ശാതിമാം താം പ്രപന്നം. ഓ നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമാണ് നമുക്ക് ഇന്ന് ആരംഭിക്കേണ്ടത്. വിഭൂതി യോഗം. വിഭൂതി എന്നതിന് വിസ്താരം എന്ന് ശങ്കരഭാഷ്യം പറയുന്നുണ്ട്. ഐശ്വര്യം എന്നും ശ്രീരാമാനുജനും അർത്ഥം നൽകിയിരിക്കുന്നു. പ്രപഞ്ചത്തിലെ അനേകങ്ങളായിരിക്കുന്ന പ്രകാശനങ്ങൾ എന്ന അർത്ഥം സ്വീകാര്യമാണ്. ഭഗവാന്റെ അന്തര്യാമിത്വം ഈ അധ്യായത്തിൽ കൂടുതൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 9-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ്, തുടർച്ചയായിട്ടാണ് ഇനി പറയുന്ന 11 ശ്ലോകങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലളിതമായ രീതിയിൽ എന്നെ ഭജിച്ച് എന്നെ പ്രാപിക്കാനുള്ള യോഗ്യത നേടാമെന്ന് പറഞ്ഞു. അർഹത എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ലളിതമായ മാർഗത്തിന് എന്താ? യഥാർത്ഥ ഭക്തനാകുക, അചഞ്ചലമായ ഭക്തി ഉണ്ടാകുക എന്നുള്ളതാണ്. മന്മനാഭവം മദ്ഭക്തോ മത്യാജീം മാം നമസ്കുരു മാമേ വൈശ്യസ്യയുക്ത ഇവം ആത്മാനം മത്പരായണ എന്ന് പറഞ്ഞു. എന്നിൽ മനസ്സുറപ്പിക്കുക, എൻ്റെ ഭക്തനാകുക, എനിക്ക് വേണ്ടിയിട്ട് സർവവും സമർപ്പിക്കുക, പിന്നെ എന്നെ നമസ്കരിക്കുക. ഇപ്രകാരം എന്നെ തന്നെ പരമാശ്രയമായി കരുതി മനസ്സിനെ എന്നിൽ യോജിപ്പിച്ച് നിർത്തിയാൽ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞു. അപ്പം പ്രാപിക്കാൻ ഉള്ള യോഗ്യതയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് ചില കണ്ടീഷൻസോ ഇല്ലെങ്കിൽ ഒരു ഭക്തിയോഗ സിദ്ധി എന്തെന്ന് പറയുന്നതാണ് വിഭൂതി യോഗത്തിലെ ആദ്യത്തെ 11 ശ്ലോകം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സാക്ഷാത്കരിച്ചാൽ മാത്രമേ നമുക്ക് പിന്നെ വിഭൂതി പറയുന്നത് മനസ്സിലാവൂ. അപ്പം യഥാർത്ഥത്തിൽ 9-ാം അധ്യായത്തിൽ പറയുന്ന അത്യന്ത രഹസ്യമായിരുന്ന ഭക്തിയുടെ രഹസ്യം ഉപയോഗിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അത് അനുഭവത്തിലെത്തിച്ച്, യോഗ്യത അർഹത എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. ആ അർഹത എങ്ങനെ പ്രയോജനപ്പെടുത്തി യോഗ്യത നേടാമെന്ന് പറഞ്ഞു. ആ യോഗ്യത എന്താണെന്ന് പറയുന്നതാണ് ഈ 11 ശ്ലോകത്തിൽ. ഈ യോഗ്യത നേടിയാൽ ആണ് ജീവൻ മുക്ത ഭാവം നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെ അനായാസേന ജീവിതം നയിച്ച് ഭഗവാന്റെ കൃപയും കൂടെ എപ്പോൾ ലഭിക്കുന്നോ അപ്പം മുക്തി. അത് കൃത്യം 11 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് ശരിക്കും യഥാർത്ഥ അചഞ്ചലമായ ഭക്തിയോഗ സിദ്ധി എന്ന് പറയുന്നത്. ഈ 11 ശ്ലോകത്തിനകത്തുണ്ടെന്നർത്ഥം. അത് നമ്മൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞാൽ ആ ഒരു സ്ഥിതിയിലേക്ക്, ഭഗവാന്റെ കൃപയിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഭഗവാന്റെ വിഭൂതി പറയുന്നത് മനസ്സിലാവൂ. അതും എല്ലാമൊന്നും പറയുന്നില്ല. ഭഗവാൻ പ്രധാനപ്പെട്ട നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഭക്തിയോഗ സിദ്ധി എന്ന് പറയാൻ കാരണം ഈ യോഗ്യതയും കൂടെ നേടിയാൽ ഇനി വിശ്വരൂപ ദർശനത്തിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേജാണ്, അത് അടുത്ത അധ്യായമാണ്. അപ്പം 11 ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ആർക്ക് സാധിക്കുന്നുവോ, ആ 11 ഇന്ദ്രിയങ്ങളെ ആര് ജയിക്കുന്നുവോ അവർക്കാണ് വിശ്വരൂപ ദർശനം. വിശ്വത്തെ ഈശ്വരനായിട്ട് കാണാനുള്ള യോഗ്യത കിട്ടണമെങ്കിൽ നമ്മൾ ഈ 11 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. 10 ഏറ്റവും നമ്മളെ ഓടി നടത്തിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന സാധനമാണ് മനസ്സ്. ആ മനസ്സും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ചേർന്നാൽ മാത്രമേ ഇതിനെയൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അപ്പോഴേ യഥാർത്ഥ ഭക്തിയോഗ സിദ്ധിയിലേക്ക് എത്തിയുള്ളൂ. അതെന്താണെന്ന് പറയുകയാണ് ഈ 11 ശ്ലോകത്തിൽ. ശ്രീ ഭഗവാന് വാച ഭൂയ ഏവ മഹാബാഹോ ശൃണുമേം പരമഭജ എത്തേഹം പ്രിയമാണായ വൈശ്യാമ്യ ഇതകാമ്യയ. ഭഗവാൻ പറഞ്ഞു, മഹാബാഹോ, അല്ലയോ അർജുന, പ്രിയമാണായതേ, പ്രീതനായിരിക്കുന്ന നിനക്ക്. ആരിൽ? ഹിതകാമ്യയ, ഹിതം ചെയ്യണമെന്ന ആഗ്രഹത്താൽ
യൽ ഭൂയ ഏവ യാതൊന്ന് ഇനിയും അഹം വൈശ്യാമി ഞാൻ പറയുന്നുവോ മേ പരമം തദ് വച ശൃണു എൻ്റെ ഈ പരമമായ ആ വാക്കിനെ കേട്ടാലും. അല്ലയോ അർജുന, ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് എന്നിൽ പ്രീതനായിരിക്കുന്ന നിനക്ക് ഹിതം ചെയ്യണമെന്ന അഥവാ ശ്രേയസ്സുണ്ടാകണം എന്ന ആഗ്രഹത്താൽ ഞാൻ ഇനിയും പറയാൻ പോകുന്ന പരമമായ, അതായത് പരമാത്മാ തത്വത്തെക്കുറിച്ചുള്ള വാക്കുകളെ ശ്രദ്ധയോടെ കേട്ടാലും. ഇത് അർജുനോട് മാത്രം പറയുന്നതല്ല, നമ്മളോടും കൂടെ പറയുന്നതാണ്. ഇത്രയും കേട്ട് ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രീതിയോടെയാണ് കേട്ടതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇനിയും പരമാത്മാ തത്വത്തെ വെളിപ്പെടുത്താൻ പോവുകയാണെന്നർത്ഥം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം, അതായത് ആ രഹസ്യത്തെ, ജ്ഞാനത്തെ വിജ്ഞാനമാക്കി മാറ്റി യോഗ്യത നേടുന്നവർക്ക് കൂടുതൽ ഹിതം ചെയ്യുന്നതിന് ഇത് തന്നെ ഒരു യോഗമാണ്. നിങ്ങൾക്ക് അത്യന്ത രഹസ്യമായിരിക്കുന്ന വിദ്യ, അത് ഭഗവാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇത് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, അത് അനുസരിക്കണം എന്ന് വെച്ചാൽ അത് എളുപ്പമാണ്, അനുസരിച്ചാൽ ശാശ്വതമായ സുഖം ലഭിക്കുന്നതാണ്. പക്ഷേ ഇത്രയൊക്കെ ലിബറലായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്നത് അശ്രദ്ധയോടെയാണെന്നുണ്ടെങ്കിൽ ഇഹത്തിലും പരത്തിലും പ്രയോജനം കൊണ്ടുപെടുകയില്ല. അപ്പോൾ അശ്രദ്ധ ഏത് സമയത്തും നമുക്ക് കടന്നു വരാം. എന്ത് ചെയ്യുമ്പോഴും ഓരോ ദിവസവും ഒരേ കാര്യം ചെയ്താലും എല്ലാ ദിവസവും ഒരേപോലെ ഒരു കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പോൾ അശ്രദ്ധ എപ്പോൾ വേണേലും വരാം, അതേപോലെ ശ്രദ്ധയും എപ്പോൾ വേണേലും വരാം. അപ്പം ശ്രേയസ് ഉണ്ടാകണമെന്ന ഉള്ളതാണ് അർജുൻ. ശ്രേയസ് ഉണ്ടാകണം, ശ്രേയസിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ സമീപിച്ചത്. അതുകൊണ്ട് ഇതുവരെ ശ്രദ്ധയോടെ കേട്ടിരുന്ന, ശ്രേയസിന് വേണ്ടി കേട്ടുകൊണ്ടിരുന്ന നിനക്ക് കൂടുതൽ ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അഥവാ കൂടുതൽ ഹിതം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ വെറുതെയുള്ള കാര്യമല്ല, പരമാത്മ തത്വത്തെ ശ്രദ്ധയോടെ കേട്ടാലും എന്നാണ് പറയുന്നത്. ഇതാണ് ജിജ്ഞാസയുള്ളവർക്ക് കൂടുതൽ അറിയാനുള്ള അവസരം കിട്ടുള്ളൂ എന്നാണ്. വീണ്ടും വീണ്ടും അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിലല്ലേ വീണ്ടും പറയുന്നവർക്കും പറയാൻ തോന്നുള്ളൂ. അതുകൊണ്ട് നമേം വിദു സുരഗണാഹ പ്രഭവം ന മഹർഷയാം അഹം ആദർക്കി ദേവാനാം മഹർഷിനാസ സർവശക. ഹേ മേ പ്രഭവം സുരഗണ ന വിദും, എൻ്റെ ഉൽപ്പത്തി ദേവഗണങ്ങൾ പോലും അറിയുന്നില്ല. മഹർഷയാ ന മഹർഷിമാരും അറിയുന്നില്ല. ഹി അഹം ദേവാനാം, എന്തെന്നാൽ ഞാൻ ദേവന്മാർക്കും മഹർഷിനാം ച മഹർഷിമാർക്കും സർവസ ആദി, എല്ലാത്തിലും ആദികാരണനാകുന്നു. എൻ്റെ ഉൽപ്പത്തിയെ അഥവാ എൻ്റെ പ്രഭുശക്തി അതിശയത്തെ ദേവന്മാരും മഹർഷിമാരും കൂടി അറിയുന്നില്ല. എന്തെന്നാൽ ഞാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാ പ്രകാരത്തിലും ആദികാരണനാകുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ മുമ്പേ ഉണ്ടായതാ. അപ്പം നമുക്ക് മുമ്പേ ഉണ്ടായിട്ടുള്ളവരെ പറ്റി നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. അറിയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. നമുക്ക് ശേഷം ഉണ്ടായവരെ പറ്റി നമുക്കറിയില്ല. പക്ഷെ ജനിച്ചത് മുതൽ അവരെ കാണുന്നത് കൊണ്ട് നമ്മുടെ മുമ്പുള്ളവരെക്കായാലും കൂടുതലായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് പിൻപുണ്ടായവരെ അറിയാൻ സാധിക്കും. കാരണം അവർ ജനിക്കുമ്പോൾ തൊട്ട് നമ്മൾ പ്രസൻ്റ് ആണെങ്കിൽ, സാക്ഷിയാണെങ്കിൽ അവരുടെ ഓരോ ചലനങ്ങളും ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അറിയാൻ സാധിക്കും. കാരണം ഈ മഹർഷിമാർക്കും ദേവന്മാർക്കും മുമ്പുണ്ടായിരിക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് ദേവന്മാർക്കും മഹർഷിമാർക്കും അറിയുന്നില്ല എന്നർത്ഥം. പിന്നെ ഒരാളെ ഒരിക്കലും പൂർണ്ണമായിട്ട് ഒരാൾക്ക് ഒരു ശക്തിക്ക് മറ്റൊരു ശക്തിയെ മനസ്സിലാക്കാൻ വിഷമം. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ബ്രഹ്മ പ്രജാപതി കൃഷ്ണനെ പരീക്ഷിക്കാനൊക്കെ പോകുന്നത്, ഇന്ദ്രനും പരീക്ഷിക്കാൻ പോകുന്നുണ്ട്. എത്ര ശ്രമിച്ചാലും നമ്മൾ തന്നെ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ കുടുംബത്തെ ഉള്ളവരെ എത്ര ഇഷ്ടമുള്ളവരാണ്, പരസ്പരം എത്ര കാലമായി ഒന്നിച്ച് താമസിക്കണം, പരസ്പരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാറുണ്ടോ?
നമുക്ക് കൂടെയുള്ള ആളെ മനസ്സിലാവില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാവില്ല, ഭർത്താവിന് ഭാര്യ. എന്നാൽ ചില കാര്യങ്ങളൊക്കെ ത്യാഗമനസ്ഥതയും എന്താ പറഞ്ഞേ, സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒക്കെ ചില കാര്യങ്ങളൊക്കെ യോജിച്ച് ചെയ്യുന്നൊക്കെ പറയാം. എന്നാലും ഒരു 50% കൂടുതലൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല. 50% തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അത്രമാത്രം പരസ്പരം എന്തൊക്കെ ഭാവത്തിൽ നിന്നുകൊണ്ട് സഹധർമ്മം ചെയ്യുന്നവർക്കേ, സഹധർമ്മണി ആയിരിക്കണം, സഹധർമ്മനായിരിക്കണം. അപ്പോഴേ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ 50% കൂടുതൽ ആരും 100% മനസ്സിലാക്കുന്ന പ്രശ്നമില്ല. അവരവർക്ക് അവരവർക്ക് മാത്രമേ അറിയാൻ സാധിക്കൂ. അത് ഒരു സത്യമാണ്. അതെല്ലാവരും അംഗീകരിച്ചോളം നിർബന്ധമൊന്നുമില്ല. എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ വെറുതെ പറയാ. മനസ്സിലാക്കാൻ സാധിക്കില്ല, അതാണ് സത്യം. ഭഗവാൻ പറയുന്നത് അത് തന്നെയാണ്. എന്നെ മനസ്സിലാക്കാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും സാധിക്കുന്നില്ല, ഈ നമുക്ക് സാധാരണ ഭക്തർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ടാണ് പറയുന്നത്, ഈശ്വര ശക്തി എന്ന് പറയുന്നത് വെറുതെ ആരെങ്കിലും പറയണ കേട്ടിട്ടോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അനുഭവിച്ചറിയ തന്നെ വേണം. യാതൊരു ആൾട്ടർനേറ്റീവ് ഇല്ല അതിന്. അനുഭവിച്ചറിയണോ? അതിന് അചഞ്ചലമായ അനന്യമായ ഭക്തി വേണം. അതാണ് മന്മനാഭം മദ്ധ്വ മധ്യാജീമാം നമസ്കുരു മാമേ വൈശസ്യ യുക്തൈവം ആത്മാനം മത്പരായണ എന്ന് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് യോം മാം അജാനാതീം ച വേത്തീം ലോകം അഗേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. മാം അജം അനാദി, എന്നെ ജന്മരഹിതനായിട്ടും അനാദിയായിട്ടും, ലോകമഹേശ്വരം ച ലോകമഹേശ്വരനായിട്ടും, യാ വേത്തി യാതൊരുവൻ അറിയുന്നുവോ, മർത്തേഷു അസമ്മൂഢസ മനുഷ്യരിൽ അജ്ഞാനം ഇല്ലാത്ത അവൻ, സർവപാപൈ പ്രമുച്യതേ സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. എന്നെ ജന്മരഹിതനും ആദിയില്ലാത്തവനായും ലോകമഹേശ്വരനായിട്ടും ആരാണോ അറിയുന്നത്, മനുഷ്യർക്കിടയിൽ അജ്ഞാനം അകന്നവനായിരിക്കുന്ന അവൻ സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. പരമാത്മാവിനെ അനാദിയും ജന്മരഹിതനും ലോകമഹേശ്വരമായിട്ട് അറിയുന്നവൻ വ്യാമോഹങ്ങളിൽ നിന്നും സർവപാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരുന്നു. മുക്തനായി തീർന്നാലേ അറിയാൻ പറ്റൂ. അതാണ് ഏറ്റവും വലിയ യോഗ്യത. എപ്പോൾ അത് സാധിക്കുന്നോ അപ്പോഴേ മനുഷ്യൻ്റെ ശരിക്കുമുള്ള കഴിവുകൾ പോലും പുറത്തു വരും. മനുഷ്യന് വിശേഷ ബുദ്ധി ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ആ വിശേഷ ബുദ്ധി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാപരാഹിത്യം വന്ന് ആത്മശുദ്ധി നേടി പരമാത്മാ ബോധം ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അതാണ് ഇവിടെ ഭഗവാനെ ജന്മരഹിതനും ആദിയില്ലാത്തവനും ലോകമഹേശ്വരനായിട്ടും ആരാണോ അറിയുന്നത് അവൻ മനുഷ്യർക്കിടയിൽ ബുദ്ധിമാനാണ് എന്ന് പറഞ്ഞാൽ അവനാണ് വിശേഷ ബുദ്ധിയുടേതാണ്. ഇപ്പൊ ഗുണദോഷമൊക്കെ തിരിച്ചറിയുന്ന എല്ലാ കാര്യവും അറിയും എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും അറിയണം. അത് പറ്റുമോ? നമ്മുടെ ചിന്ത, വാക്ക്, പ്രവൃത്തി, ഇതിലൊക്കെ ഗുണവും ദോഷമുണ്ട്. ഇതൊക്കെ തിരിച്ചറിയണം. അതിലൊക്കെ ഗുണം അറിഞ്ഞേ നിങ്ങളെ പ്രവർത്തിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ഭവിക്കും. ദോഷം വന്നാൽ ദുഃഖം ഉണ്ടാവും. ദുഃഖരഹിതമായിട്ട് ജീവിക്കണോ? യഥാർത്ഥത്തിൽ ഗുണദോഷങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അത് നേടിയിരിക്കണം. ജന്മസിദ്ധമായിട്ട് നമുക്കുണ്ട്. ദൈവിക സമ്പത്തും ആസുരി സമ്പത്തും ഒരേപോലെ 50-50% ആയിട്ട്. ഇതിൻ്റെ ഗുണമുണ്ട്. ആസുരി സമ്പത്ത് ദോഷപ്രദമാണ്, ദൈവിക സമ്പത്ത് ഈശ്വരപ്രാപ്തിപ്രദമാണ്. ഇതിൽ രണ്ടിലും ഗുണവും ദോഷമുണ്ട്. ദൈവിക സമ്പത്താന്ന് വിചാരിച്ചിട്ട് ദൈവിക സമ്പത്തിനും ദോഷമുണ്ട്. എന്താ കുഴപ്പം? ദൈവിക സമ്പത്ത് കിട്ടിയാലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുക, ഉപയോഗിച്ചാൽ അതിനെ ദുർവിനിയോഗം ചെയ്യുക, അതിൽ അഹങ്കരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ നിന്നും വരും. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ ദൈവിക സമ്പത്ത് കിട്ടിയാലും ഭഗവാനെ ശരിക്കും മനസ്സിലാക്കണം. ആരാണ് ദൈവിക സമ്പത്തിന്റെ യഥാർത്ഥത്തിൽ ശക്തി എന്താണ്? അതാണ് ജന്മരഹിതനും ആദിയില്ലാത്തവനും ലോകമഹേശ്വരനും
ആരാണോ ആ തിരിച്ചറിവും കൂടെ ഉണ്ടാവണം എന്നർത്ഥം. ഇതിനൊക്കെ നമുക്ക് ദൈവിക സമ്പത്ത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവിക സമ്പത്തിനെ എന്തൊക്കെയാണെന്ന് 26 ഗുണങ്ങളാണെന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ആ 26 ഗുണങ്ങളുടെ 50% നമുക്ക് സാധാരണ മനുഷ്യനായിട്ട് ജനിക്കുന്നവർക്കൊക്കെ മറ്റു ജീവജാലങ്ങൾക്ക് വരെ കൊടുത്തിട്ടുണ്ട് ഈശ്വരൻ്റെ കരുണാ കടാക്ഷം. പക്ഷെ അതൊക്കെ അവരുടെ കൾച്ചർ അനുസരിച്ച്, അവരുടെ നേച്ചറും കൾച്ചറും അനുസരിച്ച് കൊണ്ട് തന്നെ അത് ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതിൻ്റെ ദൈവിക സമ്പത്ത് ചിലപ്പോൾ മിസ്യൂസ് ചെയ്യും. മിസ്യൂസ് ചെയ്ത ദോഷം അനുഭവിക്കണം. ഈശ്വരൻ ഒരിക്കലും ശിക്ഷിക്കൊന്നുമില്ല. പക്ഷെ ഈശ്വരൻ തന്നിരിക്കുന്ന ഗുണങ്ങളെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ ജീവൻ മുക്തിയാ ഫലം. പക്ഷെ അതിനെ ദുർവിനിയോഗം ചെയ്താലോ അതിൻ്റെ ദോഷം ദുഃഖമാണ്. അല്ലാതെ ഭഗവാൻ ഒരു ഇടപെടലും നടത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആത്യന്തികമായിട്ട് ദൈവിക സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് വേണം ഭൗതിക സമ്പത്തിനെ അനുഭവിക്കാൻ. അത് അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഉപയോഗിക്കാൻ. ആ ഗുണത്തിനനുസരിച്ചു കൊണ്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണം അനുസരിച്ചുകൊണ്ട് നമുക്ക് പറ്റിയത് എന്താണെന്ന് കണ്ടെത്തി അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഒന്നും ഉപയോഗിക്കണ്ട, എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം എന്നെ പ്രാപിക്കാമെന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശരീരത്തോടു കൂടി ഇരിക്കുന്നെങ്കിൽ ശരീരത്തെ സംരക്ഷിക്കണം. ശരീരത്തിൻ്റെ നിലനിർത്തിക്കൊണ്ട് ശരീരത്തോടു കൂടി ഇരിക്കുമ്പം ജീവൻ മുക്തി ഭാവം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ജീവൻ ശരീരത്തിൽ നിന്ന് മുക്തമാകുകയുള്ളൂ. ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജാതസ്യ ധ്രുവോ മൃത്യു ജീവൻ ജന്മമൃതസ്യതായി ചക്കറിൽ കറങ്ങി തിരിയേണ്ടി വരും. അപ്പൊ ഭഗവാനെ ജന്മരഹിതനായിട്ട് നമുക്ക് ഭക്തി ഉണ്ടായി യഥാർത്ഥ ഭക്തിയിലേക്ക് പോയാൽ തന്നെ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കണം. ജന്മരഹിതനാണ്, ആദിയില്ലാത്തവനാണ്, ലോകമഹേശ്വരനാണ്. ആ യോഗശക്തി അതിശയത്തെ മനസ്സിലാക്കണം. ഏത് മനുഷ്യനാണോ എപ്പോ മനസ്സിലാകുന്നോ അവൻ അജ്ഞാനമകന്ന് പാപരഹിതനായി മാറും. അവൻ ജീവൻ മുക്തനാണ്. ആർക്ക് പാപരാഹിത്യം വരുന്നോ അവൻ ജീവൻ മുക്തനാണ്. ഏത് സമയത്തും ശരീരം ഉപേക്ഷിച്ചാൽ ഈശ്വരിലേക്ക് പോകും. അങ്ങനെയുള്ള ഇനി ആ വിശേഷ ബുദ്ധി എന്താണെന്ന് പറയാം. എന്താണ് നമുക്ക് ഭക്തിയോഗ സിദ്ധി? നമ്മളിൽ ഉണ്ടാകുന്ന എല്ലാ ഭാവങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതാണ് ഇനി 2 ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ബുദ്ധിജ്ഞാന സമ്മോഹ ക്ഷമാ സത്യം തമസമ സുഖദുഃഖം ഭാവോ അഭാവോ ഭയം ച ഭയമേവച അഹിംസ സമതാ തുഷ്ടീൻ തപോദാനം യശോയശ ഭവന്തി ഭാവാഭൂതാനം മത്ത ഏവ പൃഥ്വിഗത. ക്ഷമാ സത്യം ദമസമ. ക്ഷമ സത്യം ദമം സമം. സുഖം ദുഃഖം ഭാവ അഭാവ. സുഖം ദുഃഖം ഉത്ഭവം നാശം. ഭയം ച അഭയം ഏവ. പേടിയില്ലായ്മ. അഹിംസ സമതാ തുഷ്ടി. പരദ്രോഹം ചെയ്യാതിരിക്കൽ. സമഭാവന സംതൃപ്തി. തപ ദാനം. തപസ് ദാനം. യശ അയശ. സദ്ഗതി ദുഷ്കീർത്തി. സദ്കീർത്തി ദുഷ്കീർത്തി. ഭൂതാനാം പൃഥ്വിഗതാം ഭാവക. ഇങ്ങനെ ജീവജാലങ്ങളിലൂടെ വെവ്വേറെയുള്ള ഭാവങ്ങൾ മത്ത ഏവ ഭവന്തി എന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു. ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി, ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഈ സാധനമാണ്. പക്ഷേ ആ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി അതിനെ അനുബന്ധിച്ചുകൊണ്ട് ഒന്നോടെ പറയുന്നു ആത്മവിഷയമായ അറിവ്. ഈ ആത്മവിഷയമായ അറിവുണ്ടായാൽ മാത്രമേ ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തി ഉണ്ടാകുള്ളൂ. ആ ശക്തിയാണ് ആത്മവിഷയമായ അറിവ്. അപ്പോൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അർത്ഥം. ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധി മനുഷ്യന് തന്നിട്ടുണ്ട്. അത് വിശേഷ ബുദ്ധിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുവിധമൊക്കെ അറിയാം. ചിലർക്കോട് ചോദിച്ചാൽ അതും അറിയില്ല എന്താ വിശേഷ ബുദ്ധി എന്ന് ചോദിച്ചാൽ. എന്താ വിശേഷ ബുദ്ധി എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ മധുരമുള്ള ഇല്ലെങ്കിൽ എന്തെങ്കിലും മിഠായിയോ അതുപോലെ ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും വെറുത്ത എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളൂ. അത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ജീവജാലങ്ങൾ വന്ന് കഴിക്കും.
അതിനൊരു മെസ്സേജ് വയ്ക്കേണ്ട, തന്നെ അന്വേഷിച്ച് പിടിച്ചു, അതിൻ്റെ ആഹാരം തേടി വരും, അത് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പാട്ടിന് പോകും. അതിനൊരിക്കലും ഈ പഞ്ചസാരയോ ശർക്കരയോ അതിൻ്റെ കണ്ടൻസ് മനസ്സിലാക്കി പുനഃസൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇത് സാധിക്കുന്നത് മനുഷ്യന് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻസ് ഗുണദോഷമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഈശ്വരൻ്റെ സൃഷ്ടിയാണ് ഇതൊക്കെ. കരിമ്പ് എന്ന് പറയുന്നതും കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുന്നതും അതൊക്കെ മനുഷ്യനാണല്ലോ വിശേഷ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതുണ്ടാക്കുന്നത്. അപ്പം അതിൻ്റെ ഗുണദോഷം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രകൃതിയിലുണ്ടാകുന്ന വസ്തുക്കളെ ആണ് ഈ കരിമ്പും ചെടികളും വാട്ടർ വെറൈറ്റീസ്. അതിൻ്റെ ഗുണദോഷം തിരിച്ചറിഞ്ഞിട്ട് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് പുനഃസൃഷ്ടിക്കാം വിവിധ രൂപത്തിൽ. ഈശ്വര സങ്കല്പത്തിൻ്റെ പോലും കൃത്രിമമായിട്ട് നമുക്ക് ഏത് കാര്യത്തിലും കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതൊക്കെ ഈ വിശേഷ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്ക് നാശമുണ്ടാകാത്ത വിധത്തിൽ ആസുരി സമ്പത്ത് എന്ത് ഗുണദോഷം തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാലും അതിന് ഒരിക്കൽ നാശം ഉണ്ടാകും. അപ്പോൾ ദുഃഖിക്കേണ്ടി വരും. അപ്പം ഭൗതികമായിട്ടുള്ള വസ്തുക്കളുടെ യൂട്ടിലൈസേഷൻ പോലും, നമ്മുടെ ശരീരം പോലും നശിക്കുന്നത്, അതിനു പോലും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ ശക്തി കേന്ദ്രം ആത്മവിഷയമായ അറിവാണ്. അതായത് ആത്മബോധത്തോടെ ശരീരത്തെ പോലും യഥാവിധി സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ ശരീരത്തിൻ്റെ അനുഭവത്തിന് കാരണമായിരിക്കുന്ന ഇന്ദ്രിയ ഭോഗസുഖങ്ങളെ അനുഭവിക്കണമെങ്കിലും അതിൻ്റെയും ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ സോഴ്സ് ആത്മവിഷയമായ അറിവാണ്. ഇത് പരസ്പരം ബന്ധപ്പെട്ടായിരിക്കണം. ആത്മവിഷയമായ അറിവ് ലഭിക്കണേ പാപരാഗത്യം വരണം, കർമ്മശുദ്ധി വരണം, അപ്പോഴേ ആത്മശക്തി പ്രവർത്തിക്കുള്ളൂ. ആത്മബോധം ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശക്തിയാകുന്ന ഗുണദോഷങ്ങളെ തിരിച്ചറിയാം. നമ്മുടെ ചിന്തയിലുണ്ട് ഗുണം, ദോഷം, വാക്കുകളിലുണ്ട്, പ്രവൃത്തിയിലുണ്ട്, എവരി ആക്ഷൻസിൽ ഗുണമുണ്ട്, ദോഷമുണ്ട്. അത് തിരിച്ചറിയണം. എന്നിട്ട് ഗുണത്തെ ആശ്രയിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല, അതൊന്നും ഒരിക്കലും ദുഃഖത്തെ ഉണ്ടാക്കില്ല. ഒരു കാരണവശാലും ദുഃഖത്തെ പ്രൊഡക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. എന്ന് മാത്രമല്ല, നിങ്ങൾ എപ്പോഴും ശാശ്വതമായ സുഖം. ഇതാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഈ ധർമ്മമാർഗത്തെ ഭഗവാൻ പറയുന്നത് അനുസരിക്കാൻ എളുപ്പമാണ്, അതനുസരിച്ചാൽ ഒരിക്കലും നശിക്കാത്ത സുഖത്തെ ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. മനുഷ്യൻ തേടി നടക്കുന്നതൊക്കെ ഈ നശിക്കാൻ ശാശ്വതമായ സുഖം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ ഓടി നടക്കണത്. പക്ഷെ ആർക്കും കിട്ടുന്നില്ല. എന്താ കാരണം? നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുള്ള ഗുണദോഷങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്തെങ്കിലും ഗുണം ഉണ്ടായാൽ അത് എൻ്റെ അച്ചീവ്മെൻ്റ് ആകും, ഇനി എന്തെങ്കിലും ദോഷം ഉണ്ടായാൽ അത് മറ്റവൻ്റെ അച്ചീവ്മെൻ്റാണ്. അല്ലേ? മറ്റവൻ കാരണമാണ് എനിക്ക് ദോഷം ഉണ്ടായെന്ന് പറയും. ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചാരി നിൽക്കാൻ മിടുക്കന്മാരാണ്. നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. നമ്മളിപ്പോൾ ഒരാളെ, ഞാൻ ഗുരുവായൂർ സപ്താഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുള്ളൂ. വ്യാഖ്യാനിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങണ്ട, അവിടെ തന്നെ ഇരുന്ന് കേട്ടിരുന്ന ആൾ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് വിളിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെ പറ്റിച്ചു എന്ന് ഒരിക്കലും പറയരുത്, നിങ്ങൾക്ക് പറ്റിയെന്ന് പറയൂ. നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സ്നേഹിതനല്ല. സ്നേഹിതനാണെങ്കിൽ നിങ്ങളെ ചതിക്കുമോ? അത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. അതാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടു. എങ്ങനെ പറ്റിക്കപ്പെട്ടു? നിങ്ങളുടെ ശ്രദ്ധ കുറവുണ്ട്. അതേസമയം ആത്മവിഷയമായ അറിവുണ്ടെങ്കിൽ നമ്മളെ കൂടെ വരുന്നവരെയൊക്കെ മനസ്സിലാകും. നമ്മൾ അത് ബന്ധുക്കളായി രക്തബന്ധത്തിൽ വരുന്നവരോ ആത്മബന്ധം കൊണ്ട് വരുന്നവരാണല്ലോ. റേഞ്ചിൻ്റെ അകത്ത് വന്നാൽ തിരിച്ചറിയും പോസിറ്റീവും നെഗറ്റീവും. എന്തുദ്ദേശമാണ് നമ്മളെ സമീപിക്കുന്നതെന്ന് വരെ അറിയാം. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു പാർട്ടിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞല്ലോ. രാത്രി 12 മണിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തില്ല. തരികിടെ എന്ന് മനസ്സിലായി. അതിന് ശേഷം വിളിച്ചിട്ടില്ല. ഭക്തിയുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ടില്ലേ, ഞാനിവിടെ നിഷ്കളങ്കനായ ഒരു ഭക്തനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചിലർ നമ്മളെ പരീക്ഷിക്കാനോ ഇല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കാനോ ശ്രമിക്കുന്നവർ വരും. അവരെയൊക്കെ തിരിച്ചറിയണം നമ്മൾ.
എന്നിട്ട് ഇവരുടെയൊക്കെ ചതിപ്പെട്ടിട്ട് നമ്മൾ പറ്റിക്കപ്പെട്ടു, എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വത്ത് കൊണ്ടുമല്ലേ, നമുക്ക് പറ്റിയതല്ലേ. അപ്പൊ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങൾ, ഇപ്പൊ ബ്രഹ്മപ്രജാപതിക്ക് പോലും എന്താ തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി സറണ്ടർ ചെയ്തല്ലോ. നമുക്ക് തെറ്റുമ്പോൾ മനുഷ്യനല്ലേ, തെറ്റൊക്കെ പറ്റും. രജോ ഗുണം തമോ ഗുണം ആധിക്യം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ മായൽപ്പെട്ടിട്ട് അബദ്ധമൊക്കെ പറ്റും. ആരും 100% പെർഫെക്റ്റ് ഒന്നുമല്ല. അങ്ങനെ പറ്റിയാലും ആ തെറ്റ്, അബദ്ധം പറ്റിയാൽ അത് അംഗീകരിക്കണം. അംഗീകരിക്കാതെ അതിൽ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ ഇടവരും. അത് ഇതിലും വലിയ ദുഃഖത്തിലേക്ക് നിങ്ങൾ ഒരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അനേകം നുണ പറയേണ്ടി വരും. അതേസമയം ആദ്യം തന്നെ തെറ്റും അങ്ങ് സമ്മതിച്ച് അത് ഏറ്റവും വലിയ പ്രായച്ചിത്ത. നിങ്ങൾക്കും ഒരു പരിഹാരവും അതിന് വലിയ ഹോമോ ഇല്ലെങ്കിൽ അത് സംസ്ഥാപരാധം ക്ഷമിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രായച്ചിത്തം ചെയ്യാനൊന്നും പോകണ്ട. ഏറ്റവും വലിയ പ്രായച്ചിത്തം എന്താ അറിയോ? നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ അത് നിങ്ങൾ അംഗീകരിക്കുക. അത് ഏറ്റവും വലിയ പ്രായച്ചിത്തം. പാപമുക്തി അതിൽ നിന്ന് ലഭിക്കും. അതിനെ മറച്ചു വയ്ക്കലും അതിൻ്റെ ന്യായീകരിച്ചുകൊണ്ട് നടക്കലും അതാണ് ഏറ്റവും വലിയ അധർമ്മം. അപ്പൊ അതില്ലാതിരിക്കണ എന്ത് വേണം? നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഗുണവും ദോഷവും ഉണ്ട്. അത് ആധ്യാത്മികതയിലുമുണ്ട്, അതേപോലെ ഭൗതികതയിലുമുണ്ട്. ഇത് രണ്ടിലും തിരിച്ചറിയണം. ഭക്തിയുള്ളവരെന്താ? രണ്ടിലും തിരിച്ചറിയണം. അല്ലാതെ ഒന്നിലും മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ. അത് രണ്ടിലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആത്മവിഷയമായ അറിവ് നേടിയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വിശേഷ ബുദ്ധി യൂട്ടിലൈസ് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ആത്മവിഷയമായ അറിവ് ലഭിക്കുകയും ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വ്യർത്ഥമായ മോഹങ്ങൾ, വ്യാമോഹരാഹിത്യമാണ് അടുത്ത അച്ചീവ്മെന്റ്. വ്യാമോഹരോഹിത്യം എന്ന് പറഞ്ഞാൽ എന്താ? വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഇതിനു വേണ്ടി ശ്രമിച്ചാലും അത് സക്സസ് ആകില്ല, നമുക്കത് സാധിക്കില്ല, നമുക്ക് അർഹതയൊക്കെ ഉണ്ട് പക്ഷെ യോഗ്യനാകാൻ സാധ്യമല്ല എന്ന് അറിഞ്ഞാലും വേണ്ടില്ല, അതേപ്പറ്റി മനക്കോട്ട കെട്ടിക്കൊണ്ട് നടക്കുക. നമുക്ക് സാധിക്കാത്ത കാര്യത്തെപ്പറ്റി, നമുക്ക് അർഹതയില്ലാത്ത കാര്യത്തെപ്പറ്റി ആലോചിച്ച് മോഹിച്ചിരിക്കുന്നതിനെയാണ് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത്. ആത്മവിഷയമായ അറിവ് ലഭിക്കുകയും ഈ തിരിച്ചറിയാനുള്ള ശക്തിയും ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള ശക്തിയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ വ്യർത്ഥമായ മോഹങ്ങളേ ഉണ്ടാകില്ല. പിന്നെ ദൈവീ ഗുണം അവിടെ സ്വഭാവത്തിൽ പ്രകടമാകും. എന്ത് കാര്യത്തിലും ക്ഷമയുണ്ടായിരിക്കും, സത്യം പാലിക്കുന്നവനായിരിക്കും. ഇത് ഒന്നിനെ ഫോളോ ചെയ്തിട്ട് ഈ ഈശ്വരീയ ഗുണങ്ങൾ നമ്മളിൽ പ്രകടമാകും. ഇന്ദ്രിയങ്ങളെ അടക്കാനുള്ള കഴിവുണ്ടാകും, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിനെല്ലാം അടിസ്ഥാനം എന്താ? ആത്മവിഷയമായ അറിവ്. അടിസ്ഥാന അച്ചീവ്മെന്റ് അതാണ്. അത് ലഭിച്ചാൽ ഈ പറയുന്ന ശക്തിയൊക്കെ നിഴല് പോലെ നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ നിയന്ത്രിക്കൽ, മനസ്സിനെ നിയന്ത്രിക്കൽ, സുഖം ദുഃഖം ഉൽപ്പത്തിനാശങ്ങള്, ഭയമില്ലായ്മ, ഇതിലൊക്കെ ഗുണവും ദോഷമുണ്ട്. അഹിംസ, അഹിംസ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കണം, മറ്റ് ജീവജാലങ്ങളെയും വേദനിപ്പിക്കാൻ പാടില്ല. സമഭാവന, അതായത് ചൂട് തണുപ്പ്, സുഖം ദുഃഖം, ലാഭം നഷ്ടം, ജയം പരാജയം, ഇതിലൊക്കെ സമചിത്തത. യോഗസ്ഥക്കുരു കർമാണി സംഘം തെക്വാ ധനചയ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചതേ. ഇതൊക്കെ ഓർത്തിരുന്നോണം, സമഭാവന കൊണ്ടുവരണം. അവിടെ ഊഞ്ചതീതത്വങ്ങളോ ജാതി മത വ്യത്യാസങ്ങളോ പക്ഷപാതമോ ഒന്നും ഇല്ലാതെ സമഭാവന നിലനിർത്താൻ സാധിക്കണം. സമദർശനം കിട്ടുന്ന ആൾക്കേ സമഭാവന ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് സംതൃപ്തി ഉണ്ടാവും ജീവിതത്തിൽ. ആ സംതൃപ്തി, ജീവിതത്തിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ സംതൃപ്തി അനുഭവിക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എന്ത് ചെയ്താലും തൃപ്തിയില്ലാത്തൊരവസ്ഥ, എന്ത് കണ്ടാലും എന്ത് കിട്ടിയാലും ഒരിക്കലും മതിവരാത്ത, തൃപ്തിയില്ലാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് ഉള്ളത് കൊണ്ട് സംതൃപ്തനായിട്ടിരിക്കാൻ സാധിച്ചാൽ
അത് ഏറ്റവും വലിയ ഗുണമാണെന്നർത്ഥം. പിന്നെ തപസ് എന്ന് പറയുന്നത് എന്താ? കണ്ണുകൊണ്ട് തപസ് ചെയ്യാം, ചെവി കൊണ്ട് തപസ് ചെയ്യാം. നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതാത് കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തപസ്സാക്കി എടുക്കും. അല്ലാതെ ഒരാശ്രമത്തിൽ പോയിട്ട് ഒരു സന്യാസിയായിട്ട് നിശ്ചലമായിട്ട് ഇരുന്ന് സമാധിസ്ഥനായിട്ടിരിക്കുന്നതല്ല തപസ്. നമുക്ക് പിക്ചറൈസ് ചെയ്തിടുമ്പോൾ ആദ്യം വരുന്ന അതാ തപസ് എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചാഗ്നിമഗ്നത്തിൽ തപസ് ചെയ്യുന്ന ഒരാളെയാണ് സ്വപ്നം കാണുക. അതല്ല തപസ് എന്ന് പറയാൻ. ശരീരം കൊണ്ട് തപസ്സുണ്ട്, വാക്കുകൊണ്ട് തപസ് ചെയ്യണം, മനസ്സുകൊണ്ട് തപസ് ചെയ്യണം എന്നൊക്കെ ഗീതയിൽ തന്നെ ഇനി ഉള്ള അധ്യായങ്ങളെ പറയുന്നുണ്ട്. പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ്, അത് ഈശ്വരപ്രീതിക്കുള്ള സംഗതിയാണ് ദാനം ചെയ്യുക. ഒരു കയ്യിൽ കിട്ടുന്നത് മറുകൈ അറിയാതെ ദാനം ചെയ്യും. അത് വസ്ത്രദാനം, അന്നദാനം, താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ദാനമാണ്. അത് ദാനം ചെയ്യണമെങ്കിൽ ത്യാഗ മനസ്ഥിതി വേണം. ആ ത്യാഗ മനസ്സ് ത്യജിക്കാനുള്ള മനസ്സുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കും. ആ ത്യാഗ മനസ്ഥിതി ഉണ്ടായിരിക്കണം. അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് ബ്രഹ്മപ്രജാപതി പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സൽകീർത്തി, ദുഷ്കീർത്തി. സത്കീർത്തി ഉണ്ടായിരുന്നിരിക്കും, ചിലപ്പോൾ ദുഷ്കീർത്തി ഉണ്ടായിരുന്നിരിക്കും എന്നിങ്ങനെ ജീവജാലങ്ങളിൽ വിവിധങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഭഗവാന്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജന്മത്തിൽ തന്നെ ചിലപ്പോൾ ഈ ഭാവങ്ങളൊക്കെ പ്രകടമാകും. നമുക്ക് ഗുണദോഷങ്ങളെ തിരിച്ചറിയാൻ കഴിവുണ്ട്. കുറേയൊക്കെ ആത്മവിഷയമായ അറിവും നമുക്കുണ്ട്. 50% പ്രവർത്തിക്കുന്നതെന്നുള്ളൂ. അതിനുള്ള അറിവും ഓർമ്മയും അതിനുള്ള കഴിവും ഒക്കെ നമുക്കുണ്ട്. ഇല്ലായൊന്നുമില്ല. നമുക്ക് വ്യർത്ഥമായ മോഹങ്ങളില്ലാത്ത അവസ്ഥയുണ്ട്, ഉണ്ടാകുന്ന അവസ്ഥയുമുണ്ട്. ക്ഷമയൊക്കേണ്ട സമയത്ത് ക്ഷമിക്കാൻ പറയാം. സത്യം എന്താണെന്നും ചില സമയത്തൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇന്ദ്രിയങ്ങളെ അടക്കാനറിയാം. അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന അച്ചീവ്മെൻ്റ് ഒക്കെ നമ്മൾ പലക്കും. മനസ്സിനെ നിയന്ത്രിക്കും, ഇന്ദ്രിയങ്ങളെയും അടക്കും. സുഖവും ദുഃഖവും ലാഭവും നഷ്ടം ഉൽപ്പത്തി നാശങ്ങളാണെന്നൊക്കെ അറിയാം. അതൊക്കെ വന്നു പോകുന്നതാണെന്നൊരു കുറച്ച് അനുഭവം ഉണ്ടാകുമ്പോഴെങ്കിലും പഠിക്കും. പിന്നെ ഭയമില്ലായ്മയും നമുക്ക് തന്നെ ഉണ്ടാകാറുണ്ട്. നമുക്ക് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കാനും നമ്മളെ മറ്റൊരാൾ വേദനിപ്പിക്കാനും അഹിംസാഭാവം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ സമചിത്തത, സമഭാവനയും പല പ്രാവശ്യം അനുഭവിച്ചു കഴിയുമ്പോൾ ഈ സമചിത്തതയൊക്കെ ഇതിങ്ങനെയാണെന്ന് മനസ്സിലാകും. പിന്നെ ഉള്ളത് കൊണ്ട് സംതൃപ്തിയോടെ ജീവിക്കാൻ നമ്മൾ പഠിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ വേണ്ട വിധത്തിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തപസ്സായിട്ട് മാറും. നമ്മൾ അത്യാവശ്യം ലിബറലായിട്ട് പെരുമാറാൻ എപ്പം ഏത് ജന്മത്തിൽ സാധിക്കുന്നു അപ്പോൾ ദാനാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. പിന്നെ സൽകീർത്തിയും ദുഷ്കീർത്തിയും ഒക്കെ അനുഭവിച്ചു കഴിയുമ്പം അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതെല്ലാം പോയി പറയുന്നതാണ് എന്ന് അനുഭവം ഉണ്ടായി കഴിയുമ്പം അതിൽ സമഭാവന കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ ജീവജാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സകല ഭാവങ്ങളും നമ്മളിൽ തന്നെ വന്നു പോകുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കാം. പ്രാണികളുടെ സമസ്ത ഭാവങ്ങളും പരമാത്മാവായിരിക്കുന്ന ജീവാത്മാവിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് എന്ന് എടുത്തു കാണിച്ചുകൊണ്ട് പരമാത്മാവിൻ്റെ ലോകമഹേശ്വരത്തെ വ്യക്തമാക്കുകയാണ് ആദ്യത്തെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വഭാവത്തിൽ പ്രകടമാകുന്ന ഈ വക കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്, അതിൽ നിന്നാണ് ഈ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങൾ നമുക്കുണ്ടാകുന്നത് എന്ന് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഖോ ബ്രാഹ്മണേഭ്യോ തീർത്ഥ്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേസ്വഭാവരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിലാശങ്കചക്രം കൗമോദകീം സരശങ്കരണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസമ്മാദാലയേ സമനസം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ.